അസ്സലാമു അലൈക്കും. കൈഫൽ ഹാൽ യാ ഔലാദി? സൈൻ അൽഹംദുലില്ലാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫർഹയും ഇർഷാദും ഒരു കൊട്ട നിറയെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അവരുടെ കൂട്ടുകാർക്ക് കൊണ്ടുവന്ന് കൊടുത്തു അല്ലേ? അതിൽ നമ്മൾ അർണബിൻ്റെ കയ്യിൽ എന്തായിരുന്നു? അർണബിൻ്റെ കയ്യിൽ എന്താണ്? തുഫാഹ്. എന്താണ്? തുഫാഹ്. മാലോനുഹു. എന്താണ് തുഫാഹിൻ്റെ കളർ? അഹ്മർ. ജസാക്കല്ലാ. അഹ്മർ. അപ്പോൾ തുഫാഹുൻ അഹ്മർ. ഇനി നോക്കൂ, ആരാണ് കാണുന്നത്? ആരെ കാണാൻ നമ്മൾ പഠിച്ചു. ആരാണത്? ഇർഷാദിൻ്റെ ഫർഹയുടെ കൂട്ടുകാരാണ് ആര്? ബബ്ഗാ. ആരാണ്? ബബ്ഗാ. എന്താ ബബ്ഗായിൻ്റെ കളറ്? അഖ്ലർ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ബബ്ഗായിൻ്റെ കളറ്? അഖ്ലർ. ബബ്ഗായിൻ്റെ കൊക്കിൽ എന്തോ ഒന്ന് കാണുന്നുണ്ടല്ലോ, ഒരു വെളുത്ത നിറത്തിൽ. അതാണ് നമുക്ക് എന്താ നോക്കാം. എന്താണ് കാണുന്നത്? ചിത്രം നോക്കൂ. ഈ ചിത്രം നോക്കി നിങ്ങൾക്കറിയാം എന്താണ് ആ സാധനം. വെള്ളുള്ളി അല്ലേ? വെള്ള കളറുള്ള ഉള്ളി, വെള്ളുള്ളി. അതിന് നമ്മൾ അറബിയിൽ എന്താ പറയാ? നോക്കൂ, എന്താ പറയാ? സൂമുൻ. എന്താ പറയാ? സൂമുൻ. സൂമുൻ, വെള്ളുള്ളി. അപ്പോൾ വെള്ള സൂമുൻ അബിയത്, വെളുത്ത ഉള്ളി എന്ന് നമ്മൾ എങ്ങനെ പറയും? സൂമുൻ അബിയൽ. സൂമുൻ അബിയൽ. നമുക്ക് നോക്കാം പാഠഭാഗത്തിൽ എന്താണ് അവിടെ വന്ന സെൻറ്റൻസ് നമുക്കൊന്ന് നോക്കാം. എന്താ വായിക്കത്? ഹാദ സൂമുൻ അബിയൽ. ഹാദൻ്റെ അർത്ഥം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എന്താണ്? ഇത് അല്ലേ? അപ്പം ഹാദ സൂമുൻ അബിയൽ. ഒരു പ്രാവശ്യം കൂടി. ഹാദ സൂമുൻ അബിയൽ. ഇതൊരു വെളുത്ത ഉള്ളിയാണ്. ഇതാണ് സൂമുൻ. എന്താ സൂമുൻ? വെള്ളുള്ളി. അതിലെ ചുവന്ന കളറുള്ള അക്ഷരം ഏതാണ്? നോക്കൂ, എത്ര പുള്ളിയുണ്ട് മുകളിൽ? 3 പുള്ളിയുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ പുതിയ ഒരു അക്ഷരം പരിചയപ്പെടുകയാണ്. 3 പുള്ളിയുണ്ട്. എന്താ വായിക്കത്? മുകളിൽ ഫത്ത് ഇടുമ്പോൾ സാ. എന്താ വായിക്കുക? സാ. നമ്മൾ തായ് എഴുതുന്ന പോലെ എഴുതുക. തായിന് മുകളിൽ 2 പുള്ളിയാണ്, ഇതിൽ 3 പുള്ളി വേണം. അപ്പോൾ സാ. എന്താ വായിക്കുക? സാ. താഴെ കെസ്റിട്ടാലോ? സി. മുകളിൽ നമ്മ് സു. മുകളിൽ സുക്കൂൻ സ്. ഒന്നുമില്ലെങ്കിൽ സാ. എന്താ വയ്ക്കുക? സാ, സി, സു, സ്, സാ. പഠിച്ചില്ലേ? സാ വെച്ചിട്ട് നമ്മൾ പഠിച്ച വാക്ക് സൂമുൻ. എന്താണ്? സൂമുൻ. എവിടെ കണ്ടാലും ഓർക്കുമല്ലോ അല്ലേ? സൂമുൻ. അപ്പൊ എന്താ ഈ സെന്റൻസ്? ഹാദ സൂമുൻ അബിയൽ. തത്തയുടെ കൊക്കിലുള്ളത് എന്താണ്? ഇത് ഒരു വെളുത്ത ഉള്ളിയാണ്, വെള്ളുള്ളിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കുക. നമ്മുടെ പേജ് 40-ലുള്ള 2 സെന്റൻസ് എന്താണ്? ഒന്ന്, ഹാദ തുഫാഹുൻ അഹ്മർ. ഇതൊരു ചുവന്ന ആപ്പിളാണ്. രണ്ടാമത്തത് ഹാദ സൂമുൻ അബിയൽ. ഇത് വെള്ളുള്ളിയാണ്, വെളുത്ത ഉള്ളിയാണ്. ഹാദ ഇത്. ഇനി നമുക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പ്രവർത്തനം. കളർ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നോക്ക്, നമുക്ക് 2 വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് ഒന്നാമത്തെ വാക്ക്? ആ വെള്ള കളറിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളത് കളർ കൊടുക്കണം. അത് എന്താ കളർ കൊടുക്കുക എന്നുള്ളത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ബബ്ഗാ. എന്താണ് വായിക്കുക? ബബ്ഗാ. എന്താ ബബ്ഗാ? പാരറ്റ് അല്ലേ? പാരറ്റ്. തത്തയ്ക്ക് നമ്മൾ എന്ത് കളർ കൊടുക്കണം? ഏത് അറബിയിൽ പറയൂ? എന്ത് കളറ്? അഖ്ലർ. അപ്പൊ പച്ച കളർ കൊടുക്കണം നിങ്ങൾ ബബ്ഗായിന് കേട്ടോ. തത്തക്ക് എന്ത് കളർ കൊടുക്കണം? പച്ച കളർ. രണ്ടാമത്തെ വാക്ക് വായിക്കൂ. വായിക്കൂ. നമ്മൾ പഠിച്ച വാക്കാണ്. എന്താണ്? തുഫാഹുൻ. എന്താണ്? തുഫാഹുൻ. എന്താർത്ഥം? ആപ്പിൾ. അപ്പൊ തുഫാഹിന് നിങ്ങൾ എന്ത് കളർ കൊടുക്കും? അഖ്ലർ, അബിയൽ, അസ്ഫർ, അഹ്മർ. ഇതിലേത് കളറാ കൊടുക്കുക? വെരി ഗുഡ്. എന്ത് കളർ കൊടുക്കും? അഹ്മർ. റെഡ് കളർ നിങ്ങൾ കൊടുക്കണം. അപ്പൊ ബബ്ഗായിന് നിങ്ങൾ അഖ്ലർ കളർ കൊടുക്കുക, തുഫാഹിന് നിങ്ങൾ റെഡ് അഹ്മർ കളർ കൊടുക്കുക. അതിൻ്റെ താഴെ നമ്മൾ പഠിച്ച 4 വാക്ക് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ വാക്ക് വായിക്കൂ. ബബ്ഗാ. എന്താണ്? ബബ്ഗാ. രണ്ടാമത്തെ വാക്ക് എന്താ വായിക്കുക? ഫനസുൻ. എന്താണ്? ഫനസുൻ. നമ്മൾ പഠിച്ചു. ഫനസ് ചക്ക. മൂന്നാമത്തതോ? സൂമുൻ. ലാസ്റ്റത്തത് തുഫാഹുൻ, ആപ്പിൾ. അപ്പൊ 4 അർത്ഥം നിങ്ങൾക്കറിയില്ലേ? എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത്
4 ചിത്രങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ ബബഗാഇന്റെ നേരെയുള്ള ചിത്രം ചക്കയാണ്. ശരിയാണോ? അല്ല. അപ്പോൾ ബബഗാഇന് ശരിയുള്ളത് ഏതാണോ അവിടേക്കൊരു വര നിങ്ങൾ വരയ്ക്കുക. ഫനസ് ഏതാണോ ആ ഫനസിലേക്കൊരു വര വരയ്ക്കുക. സൂമി ഏതാണോ സൂമിലേക്കൊരു വര വരയ്ക്കുക. തുഫാഹി ഏതാണോ ആ തുഫാഹിലേക്ക് ഒരു വര നിങ്ങൾ വരയ്ക്കുക. അതായത് മാച്ച് ചെയ്യുക. ചിത്രവും ആ വാക്കും തമ്മിൽ നിങ്ങൾ മാച്ച് ചെയ്യണം. അങ്ങനെ 41-ാമത്തെ പേജ് ബബഗാ തുഫാഹ് കളർ കൊടുക്കുക. അതിൻ്റെ താഴെയുള്ള ചിത്രങ്ങളും വാക്കുകളും തമ്മിൽ പരസ്പരം ചേരുമ്പടി നിങ്ങൾ ചേർക്കുക. എന്നിട്ട് നിങ്ങൾ 41-ാമത്തെ പേജ് ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം. അതുപോലെ സ, സി, സു, സ് എന്ന അക്ഷരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുപാട് പ്രാവശ്യം എഴുതി പഠിക്കണം. ശ്രദ്ധിക്കണം. മുകളിൽ 3 പുള്ളി വേണം, മറക്കരുത്. അതുപോലെ സൂമുൻ, സൂമുൻ വെള്ളുള്ളി, അത് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. സൂമിൻ്റെ കളറ് അബിയല്. ഇൻഷാ അല്ലാഹ് നമുക്കിനി നല്ല രസകരമായ ചില പാട്ടുകൾ പഠിക്കാനുണ്ട്. നല്ല രസമായിരിക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അവകൾ പഠിക്കാം, ആസ്വദിക്കാം. ഇൻഷാ അല്ലാഹ്. ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും.